ഓസിലേഷൻ. സോ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. പീരിയോഡിക് മോഷൻ വേർ റീസ്റ്റോറിങ് ഫോഴ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഫോഴ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും, പക്ഷേ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലേ, അതുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈൻ വന്നിട്ടുള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് d²x/dt² പ്ലസ് ω²x = 0 ആയിരിക്കും. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓസിലേഷനിൽ ഒട്ടുമിക്ക ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എല്ലാ ഇക്വേഷൻസും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഒമേഗ = √k/m. ഓക്കെ, ആൻഡ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതാം. x = a sin ωt + 5 അല്ലെങ്കിൽ x = a cos ωt + 5 എന്ന് എഴുതാം. എ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, 5 ഫേസ് ആംഗിൾ ആണ്, എം മാസാണ്, കെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആട്ടോ ഇതിൽ. ഓക്കെ, അടുത്തത് കീ പാരാമീറ്റർ ടൈം പീരീഡ് 2π/ω ആയിരിക്കും. ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്, 2π √m/k എന്ന് എഴുതാം. എം മാസാണ്, കെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഓക്കെ, പിന്നെ വരുന്നിട്ടുള്ളത് ഫ്രീക്വൻസി = 1/t ടൈം പീരീഡ് ആണ്, അതല്ലെങ്കിൽ ω/2π എന്ന് എഴുതാം. ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻസ് എങ്കിലും പഠിച്ച് വെക്കുക. ഓക്കെ, പിന്നെ എനർജി ഇൻ SHM. എനർജി പൊട്ടൻഷ്യൽ എനർജി ½ kx², അല്ലെങ്കിൽ ½ mω²x² എന്ന് എഴുതാം. കൈനറ്റിക് എനർജി ½ mv² ആണ്, നമുക്കറിയില്ല, അത് തന്നെയാണ്, അല്ലെങ്കിൽ ½ mω² a² - x² എന്ന് എഴുതാം. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പം പൊട്ടൻഷ്യൽ എനർജിയിൽ ആംപ്ലിറ്റ്യൂഡ് 0, ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേം 0 ആയിരിക്കും, അതുകൊണ്ടാണ് അവിടെ നമ്മൾ ½ mω²x² എന്ന് മാത്രം എഴുതിയത്. ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. ദാറ്റ് ഈസ് ½ kA². ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. ഇനി സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2π √m/k ആണ്. 2π √m/k ആണ് എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് സീരീസിലാണെങ്കിൽ നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ അതുപോലെയാണ് എടുക്കേണ്ടത്. അതായത് 1/k എഫക്റ്റീവ് = 1/k1 + 1/k2 ആയിരിക്കും. ആൻഡ് പാരലൽ ആണെങ്കിൽ k = അതായത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എഫക്റ്റീവ് = k1 + k2 + എക്സെട്ര ആയിരിക്കും. ഇനി സിമ്പിൾ പെൻഡുലം, ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π √L/g ആയിരിക്കും. L അതിൻ്റെ ലെങ്ത് ആയിരിക്കും, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഇനി അടുത്തത് സ്മോൾ ഓസിലേഷൻ ആണെങ്കിൽ θ <5 മാസ്ലെസ് സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, θ <5 ആണെങ്കിൽ നമ്മൾ മാസ്ലെസ് സ്ട്രിങ് എന്നാണ് കൊടുക്കുക. ആൻഡ് ഫിസിക്കൽ പെൻഡുലം ആണെങ്കിൽ ടൈം പീരീഡ് 2π √L/mgh ആയിരിക്കും. I പറയുന്നത് L/അല്ല I/√I/mgh ആയിരിക്കും. I മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. H എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം പിവോട്ട് ടു സെൻറ്റർ ഓഫ് മാസ് ആയിരിക്കും. ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ ഈ ഒരു ചാപ്റ്ററിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ വരുന്നതാണ്. ഡാംഡ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഓസിലേഷൻ. അതിൻ്റെ ഇക്വേഷൻ x = ae−bt/2m cos ω' + 5. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ω' നമുക്ക് √ω02 - b/2m² എന്ന് എഴുതാം. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബി പറയുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് ആണ്. ഇനി ഫോഴ്സ്ഡ് ഓസിലേഷൻ ആൻഡ് റെസൊണൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോഴാണ് അവിടെ റെസൊണൻസ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഹാസ് k = 100 Nm/m ആൻഡ് m = 1 kg വിത്ത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π √m/k അല്ലേ. m അറിയാം, k അറിയാം, അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. The kinetic energy of a particle in SHM is maximum at kinetic energy maximum at mean position ആയിരിക്കും. അതായത് ഇതൊരു സിമ്പിൾ പെൻഡുലം, ഇത് എക്സ്ട്രീം പൊസിഷനാണ്, ഇത് മീൻ പൊസിഷനാണ്. അങ്ങനെയാണെങ്കിൽ മീൻ പൊസിഷനിലായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ടായിരിക്കാം. ഓക്കെ,
ഇനി എ സിമ്പിൾ പെൻഡുലം ഹാസ് ടൈം പീരീഡ് 2 seconds ഓൺ എർത്ത് ആൻഡ് ഓൺ മൂൺ ജി മൂൺ ഈക്വൽ ടു G/6 ഇറ്റ്സ് പീരീഡ്. അതായത് ടൈം പീരീഡ് ഈക്വൽ ടു 2π√L/G അല്ലേ ശരിക്കും സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം. ജി എന്ന് പറയുന്നത് മൂണിൻ്റെ, അതായത് ടൈം പീരീഡ് ഈക്വൽ ടു 2π√L/G ആണ്. എൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എൽ നമ്മൾ ക്യാൻസൽ ചെയ്തു, ഈ പൈയും ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളത് മാറ്റി ടി ഈക്വൽ ടു ടി മൂൺ ഈക്വൽ ടു ടി എർത്ത് എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ റൂട്ട് എർത്തിൻ്റെത് ജി ആണ് ആൻഡ് മറ്റേത് G/6 ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2√6 കിട്ടും. ഓക്കെ, സംഭവം മനസ്സിലായോ? ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വെച്ചാൽ മതി. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് SHM ഇസ് x is equal to 2 sin 4t plus π/3. അതിന് ആംപ്ലിറ്റ്യൂഡ് 2 ആയിരിക്കും, കാരണം ഈ a sin ωt plus 5 എന്നാണ്. അതിൽ a പറയുന്നത് 2 ആണ്. അപ്പോൾ 2 is the amplitude. A particle is an SHM, has an amplitude 4 and angular frequency omega. It's a maximum acceleration. Maximum acceleration equation ആണ് ω²a. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. മാക്സിമം ആക്സലറേഷൻ ഇക്വേഷൻ ആണ് ω²a. The phase difference between displacement and velocity in SHM is π/2 ആയിരിക്കും. ഓക്കെ, ഫേസ് ഡിഫറൻസ് π/2 ആയിരിക്കും. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ സിസ്റ്റംസ്. സ്പ്രിംഗ് മാസ് ആണോ, പെൻഡുലം ആണോ, ഫിസിക്കൽ പെൻഡുലം ആണോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി എനർജി കൺസർവേഷനിൽ ടോട്ടൽ എനർജി ഈ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ½ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഫേസ് റിലേഷൻഷിപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി π/2 ഫേസ് ഡിഫറൻസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ ഫേസ് ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് പറയുന്നത് യൂസിങ് പെൻഡുലം ഫോർമുല ഫോർ ലാർജ് ആംപ്ലിറ്റ്യൂഡിൽ പെൻഡുലം ഫോർമുല യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഡാമ്പിങ് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഡാമ്പിങ് ഉണ്ട്. എ സ്പ്രിംഗ് മാസ് ഹാസ് k ഈക്വൽ ടു 50 ആൻഡ് m ഈക്വൽ ടു 2. അപ്പോൾ അവിടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ടൈം പീരീഡിൻ്റെ 1/, ആയിരിക്കും. 1/, ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി അറിയുന്നത്. ടൈം പീരീഡ് ഈക്വൽ ടു 2π√M/k ആണെന്ന് അറിയാം. അപ്പോൾ നേരെ തിരിച്ചിടാം. എ സിമ്പിൾ പെൻഡുലം കംപ്ലീറ്റ്സ് 20 ഓസിലേഷൻ ഇൻ 40 seconds. അതിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ടൈം പീരീഡ് ഈക്വൽ ടു 2π√L/G ആണെന്നറിയാം. അപ്പോൾ ടൈം പീരീഡ് ഇവിടെ തന്നിട്ടുള്ളത് 40 seconds ആണ്. 20 ഓസിലേഷന് 40 seconds. അപ്പോൾ 40/20 ടൈം പീരീഡ് 2 ആണ്. അപ്പോൾ L ആണ് കണ്ടുപിടിക്കേണ്ടത്. L is equal to GT²/4π² ആണ്. അപ്പോൾ എല്ലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1.01 കിട്ടും. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ SHM ഇസ് മാക്സിമം അറ്റ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം അറ്റ് എക്സ്ട്രീം പോയിന്റ്. കൈനറ്റിക് എനർജി മാക്സിമം അറ്റ് മീൻ പൊസിഷനും ആയിരിക്കും. ഓക്കെ, ഇനി SHMൻ്റെ ഇക്വേഷൻ x is equal to a sin ωt plus 5 ആണ്. a ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ടൈം പീരീഡ് t ഈക്വൽ ടു 2π√M/k ആണ്. സ്പ്രിങ്ങിന് പെൻഡുലം ആണെങ്കിൽ 2π√L/G ആണ്. മാക്സിമം വെലോസിറ്റി ω_a ആണ്. മാക്സിമം ആക്സലറേഷൻ ω²a ആണ്. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇത്തിരി ദിവസം കൂടിയുള്ളൂ. ഉള്ള ടൈം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.